എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് കുമാർ ആറ്റിങ്ങൽ. പുതുമുഖ ഇലക്ട്രീഷ്യന്മാർക്ക് ഈ മേഖലയിലേക്ക് ഇനിയും വരാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി ഇന്നൊരു പുതിയ വയറിംഗ് മെത്തേഡുമായി വരികയാണ്. പുതിയതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഇൻവെർട്ടർ സർക്യൂട്ട് സാധാരണ സർക്യൂട്ടിനിടയ്ക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ പടം നിങ്ങൾ കണ്ടു. കണ്ടപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം ഇതിനകത്ത് കുറച്ച് 3 ലൈറ്റുകൾ, ഒരു ട്യൂബ്, ഒരു ഫാന്, അതിനെല്ലാം കൂടി 5 സ്വിച്ചുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈ പോയിൻറ്റുകൾ 3 വെളിയിൽ വന്നിട്ടുണ്ട്. ന്യൂട്രൽ, ഫേസ്, നടുക്കായിട്ട് ഇൻവെർട്ടർ സപ്ലൈ. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് നോക്കിക്കേ. നോർമൽ ഫേസ് ആദ്യത്തെ 3 സ്വിച്ചുകളിലും, അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ എല്ലാ ലൈറ്റ് പോയിൻറ്റുകളിലും കോമൺ ആയിട്ടും വന്നിട്ടുണ്ട് അല്ലേ. ഇനി അത് കഴിഞ്ഞാലോ, ഇൻവെർട്ടർ ഫേസ് ട്യൂബിനും ഫാനിനും ഉള്ള സ്വിച്ചുകളിലേക്ക് മാത്രം കണക്ട് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻവെർട്ടർ ഫേസ് പുറത്ത് അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് പോവുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇനി ഇപ്പോൾ നോക്കിയാലോ, ഫേസിൻ്റെ ഔട്ട്, അതായത് സ്വിച്ച് ഔട്ടുകളെല്ലാം ഓരോ ലൈറ്റുകളിലും ഫാനുകളിലേക്കുമായിട്ട് പോകുന്നു. അതായത് ട്യൂബിലുള്ള ട്യൂബിന്, ഫാനിലുള്ള ഫാന്. ഈ കണ്ടീഷനിൽ ഇനിയിപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെർട്ടർ നിങ്ങൾക്ക് തരുന്നത് നോർമൽ ഫേസ് തന്നെയാണ് സപ്ലൈ ഉള്ളപ്പോൾ. കറണ്ട് പോകുമ്പോൾ മാത്രം അത് ബാറ്ററിയിൽ നിന്നും ഇൻവെർട്ടർ ആക്കി നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ എല്ലാം ഒരേ ഫേസിൽ വർക്ക് ചെയ്യുന്നു. അടുത്ത കണ്ടീഷനിൽ നമ്മൾ ഇൻവെർട്ടർ ഫേസിലേക്ക് മാറുന്നു. ഇപ്പോൾ ഇൻവെർട്ടർ വയറിങ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.